ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തെരുവിലൂടുമ്പോൾ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെത്തിയിട്ട് നിങ്ങൾ ഊതുന്ന സമയത്ത് ഊതത്ത് നിങ്ങൾ അടുത്തുള്ള പറഞ്ഞു കൊടുത്ത് അടുത്തിരിക്കുന്ന ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ. നമ്മുടെ നാട്ടിലെ ഹൈന്ദവരായ സഹോദരങ്ങൾക്കും ക്രൈസ്തവർക്കും ഒക്കെ ഈ പ്രോഗ്രാമിൽ സംസാരിക്കുന്ന വ്യക്തിയേക്കാൾ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് വിവരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ബഹുദൈവ ആരാധന അതിനെ പ്രേരിപ്പിക്കുന്ന ഏത് കാര്യങ്ങളും ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യമാണ്, ഏറ്റവും വലിയ പാപമാണ് എന്ന് അറിയാത്ത ആരും മുസ്ലിങ്ങളോ അമുസ്ലിമുകളോ ആയി കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇദ്ദേഹം സംസാരിച്ച പോലെ സംസാരിക്കാൻ കേരളത്തിലെ മറ്റു മതവിഭാഗക്കാർ പോലും തയ്യാറാവുകയില്ല. കാരണം ഇന്ത്യയിലെ നിയമം പഠിച്ച ആളുകൾക്കെങ്കിലും അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ തന്നെ അറിയാൻ കഴിയും, ഇന്ത്യയിൽ ഒരു കാര്യം തെറ്റാണെങ്കിൽ, ശിക്ഷാർഹമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന ഏത് ഘടകങ്ങളും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം ശിക്ഷക്ക് വിധേയമായ കാര്യമായിരിക്കും. മയക്കുമരുന്ന് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പാടില്ല. അതിനുവേണ്ടി വാഹനം നൽകാൻ പാടില്ല എന്ന പോലെ ഒരാളെ കൊല ചെയ്യുക എന്നത് ഇന്ത്യൻ നിയമപ്രകാരം തെറ്റാണ്. എന്നാൽ കൊല ചെയ്യുന്ന ആൾക്ക് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കുറ്റകരമാണ്. എന്ന പോലെ ലോകത്ത് ഏത് രാഷ്ട്രങ്ങളിലും എവിടെയും ഒരു കാര്യം തെറ്റായ അല്ലെങ്കിൽ ഒരു കുറ്റകരമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിന് അതിന് അനുകൂലമായ രീതിയിൽ പ്രഭാഷണം നടത്തുന്നതും എല്ലാം തെറ്റായിരിക്കും. തീവ്രവാദം എന്നത് വലിയ കുറ്റകരമായ കാര്യമാണ്, എന്നാൽ അതിന് സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കുന്നത് കുറ്റകരമാണല്ലോ. എന്ന പോലെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ബഹുദൈവ ആരാധന ഇതെല്ലാം തെറ്റാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഏത് പ്രഭാഷണങ്ങളും ഏത് പ്രവൃത്തികളും തെറ്റായിരിക്കുമെന്നത് ഒരു സാധാരണക്കാരന് പോലും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരുപാട് ആളുകളെ ഇരുത്തി ഇസ്ലാമിന്റെ പേരിൽ ഒരു പ്രോഗ്രാം നടത്തി അതിൽ ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഹൈന്ദവ വിശ്വാസമുള്ള ആളുകൾ അവരുടെ ദൈവങ്ങളെ അവർ ആരാധിക്കും. ആ ആരാധിക്കുന്ന ആളുകളെ ഞാൻ വിമർശിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൽ തെറ്റായ കാര്യമാണ്. അവർക്ക് അവരുടെ ആരാധന നിർവഹിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആശയം പറയാം, അവർക്ക് അവരുടെ ആശയവും പറയാം. അതേ സമയത്ത് ഇസ്ലാമിനൊരു തെറ്റായ കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, അതിന് സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ, ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു മുസ്ലിം ആകണമെന്നില്ല. ഒരു നിയമം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അറിയാം, അവൻ ഏത് മതക്കാരനാവട്ടെ. കാരണം ഇസ്ലാമിൽ ശിർക്ക് എന്ന് പറയുന്നത് ബഹുദൈവ ആരാധന അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം ഇതെല്ലാം നിഷിദ്ധമായ കാര്യമാണെങ്കിൽ തീർച്ചയായും അങ്ങനെ പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും അതെല്ലാം നിഷിദ്ധമായിരിക്കുമല്ലോ. എന്നാൽ അത്രയും നിസ്സാരമായ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന കാര്യം അറിയാത്തൊരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യം നടത്തി സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയില്ല. ഇത് കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ ആരാധിക്കുന്ന കാര്യങ്ങളെ വിമർശിക്കാൻ നമുക്ക് പാടില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു വിമർശനങ്ങളല്ല. പക്ഷേ നമ്മൾ തെറ്റാണ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഇദ്ദേഹവും ബഹുദൈവ ആരാധന തെറ്റാണ്, അത് ശിർക്ക്, അത് ഇസ്ലാമിൽ കൊടും പാപമാണ്, അത് ഇസ്ലാമിൽ കടുത്ത പാപമാണ് എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. പക്ഷെ അതിന് ഇദ്ദേഹം സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള പ്രഭാഷണം നടത്തുമ്പോൾ അതെങ്ങനെ തെറ്റാകാതിരിക്കും? സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മത നേതൃത്വമാണ് എന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കി സമൂഹത്തിന് മുന്നിൽ പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ നമ്മുടെ മതത്തെയോ മനസ്സിലാക്കാൻ ഇത്തരം ആളുകളുടെ പ്രഭാഷണങ്ങൾ ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത്. അബദ്ധമെന്ന് പറഞ്ഞാൽ പോരാ, കടുത്ത ഭീമാബദ്ധമാണ് ഇദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഒക്കെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ ഖേദം അറിയിക്കുന്നു.